തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി നിയമപരമെന്നാണ് ഇടത് അംഗങ്ങൾ പറയുന്നത്. ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, എന്തായാലും ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം അടക്കം ചേർന്നിരുന്നു. യോഗത്തിൽ ഉയർന്നിരിക്കുന്ന തീരുമാനങ്ങൾ ഏത് രീതിയിലാണ്? വളരെ സങ്കീർണമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്നത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ രാവിലെ ഈ യോഗം ചേരുന്നു. പ്രധാനമായും കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ പെറ്റീഷന് വിശദീകരണം നൽകുന്നത് തീരുമാനിക്കാനാണ് ഇന്ന് യോഗം ചേർന്നത്. തനിക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകിയത്. പക്ഷേ ഈ യോഗം രാവിലെ ആരംഭിക്കുമ്പോൾ വി സി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് സർവകലാശാല സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടത് പ്രകാരം ഇതിൻ്റെ റിപ്പോർട്ട് സിൻഡിക്കേറ്റിന് സമർപ്പിക്കുന്നു. സിൻഡിക്കേറ്റ് ഈ റിപ്പോർട്ട് പരിശോധനയ്ക്ക് ശേഷം ഈ റിപ്പോർട്ടിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം അത് പ്രധാനമായും ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. തുടർന്ന് ഈ അജണ്ടയിലില്ലാതിരുന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബഹളത്തിലേക്ക് കടക്കുന്നു. പക്ഷേ VC ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അജണ്ടയിലുള്ള വിഷയമല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു VC ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കിയത്. പക്ഷേ ഇത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം വീണ്ടും ഉന്നയിച്ചപ്പോൾ VC ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ VC ഇറങ്ങിപ്പോയ സാഹചര്യത്തിൽ താൽക്കാലികമായ ഒരു അധ്യക്ഷയെ കേരള സർവകലാശാല ചട്ടപ്രകാരം സീനിയർ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള രാധാമണിയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേരുകയും അതിനോടൊപ്പം തന്നെ ഈ യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സർവകലാശാലയിൽ ഉണ്ടായത്. പക്ഷേ ഈ നടപടി നിലനിൽക്കില്ല എന്നാണ് സിസ തോമസ് വ്യക്തമാക്കിയത്. കാരണം താൻ യോഗം പിരിച്ചുവിട്ടതാണ്. ആ പിരിച്ചുവിട്ട യോഗത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള നടപടികളും നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ ചേർന്ന യോഗം സിൻഡിക്കേറ്റ് യോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഈ റദ്ദാക്കൽ നടപടിക്കെതിരെ ഡോക്ടർ സിസ തോമസ് പ്രതികരിച്ചത്. അതിനോടൊപ്പം തന്നെ നാളെ ഹൈക്കോടതിയിൽ ഈ പെറ്റീഷനിൽ നൽകേണ്ട വിശദീകരണത്തിൽ തൻ്റെതായ രീതിയിലുള്ള സത്യവാങ്മൂലം നൽകുമെന്നാണ് ഡോക്ടർ സിസ തോമസ് നൽകിയത്. അതിനായി ഒരു സീനിയർ അഭിഭാഷകനെയും അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ബദലായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് സർവകലാശാല ചട്ടപ്രകാരമാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും മറ്റൊരു സീനിയർ അംഗത്തിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഇത്തരത്തിലുള്ള ഒരു റദ്ദാക്കൽ നടപടികളിലേക്ക് കടന്നതുമെന്നാണ് പറയുന്നത്. വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയതല്ല, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് വൈസ് ചാൻസലറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് പ്രമേയം അവതരിപ്പിച്ചതും അത് പാസ്സാക്കിയതും. അവർ പിരിച്ചുവിട്ടിട്ടില്ല, ഇറങ്ങിപ്പോയതാണ്. VC ഇറങ്ങിപ്പോയതാണ് യോഗത്തിൽ നിന്നാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാളെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന സിൻഡിക്കേറ്റിൻ്റെ വിശദീകരണം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഈ വിശദീകരണത്തിൽ അവർക്ക് പ്രധാനമായും വ്യക്തമാക്കുന്നത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. ഇത് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് റദ്ദാക്കി. അതിനോടൊപ്പം തന്നെ ഈ സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദം അന്വേഷിക്കുന്നതിനായി ഒരു 3 അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വിശദീകരണമായി സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് നിലവിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റുകളുടെ തീരുമാനം. സ്വാതി.